ഫെബ്രുവരി 21 വിശുദ്ധ പീറ്റർ ഡാമിയൻ മെത്രാൻ, വേദപാരംഗതൻ. 1007 ജനനം, 1072 മരണം. ഉറ്റവരും ഉടയവരും ഉപേക്ഷിക്കുകയും അവഗണിക്കുകയും ചെയ്ത ഒരു കുട്ടിയുടെ വളർച്ചയുടെ കഥയാണ് വിശുദ്ധ പീറ്റർ ഡാമിയൻ്റെ ജീവിതകഥ. ഏത് സാങ്കല്പിക കഥയോടൊപ്പം നാടകീയത നിറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതചരിത്രം. തിരുസഭയിൽ തെറ്റുതിരുത്തലിൻ്റെയും നവോത്ഥാനത്തിൻ്റെയും കാഹളധ്വനിയാണ് അദ്ദേഹം ഉയർത്തിയത്. ഇറ്റലിയിലെ റാവേണ നഗരത്തിൽ പല മക്കളുള്ള ഒരു ദരിദ്ര കുടുംബത്തിൽ അവസാനത്തെ പുത്രനായി ജനിച്ച പീറ്റർ ഒനേസ്തിയുടെ ജനനം ഉൾക്കൊള്ളാൻ കഴിയാതിരുന്ന മൂത്ത പുത്രൻ്റെ ക്രൂര സംതൃപ്തിക്ക് വേണ്ടി അമ്മ ശിശുവിനെ മുലപ്പാൽ പോലും നൽകാൻ തയ്യാറായില്ല. സഹായനായ ആ പിഞ്ചു കുഞ്ഞിൻ്റെ നിലവിളി കേട്ട് പട്ടിണി കിടന്ന് അവൻ മരിക്കാതിരിക്കാൻ സഹായിച്ചത് ഒരു അയൽവാസി കൊടുത്ത ഭക്ഷണമാണ്. ബാല്യകാലത്തിൽ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട പീറ്ററിനെ മറ്റൊരു ജ്യേഷ്ഠൻ വിളിച്ചുകൊണ്ടുപോയി തൻ്റെ പണികളെ നോക്കാനുള്ള പണി കൊടുത്തു. എങ്കിലും ആവശ്യത്തിന് ഭക്ഷണം കൊടുത്തില്ല. അവിടെ ഒരു അടിമയെപ്പോലെ പണിയെടുത്ത് അവൻ്റെ ജീവിതം കഷ്ടതകൾ നിറഞ്ഞതായിരുന്നു. പീറ്ററിന്റെ കഷ്ടതയിൽ അലിവ് തോന്നിയ വൈദികനായ മറ്റൊരു സഹോദരൻ അവനെ കൂടെ താമസിപ്പിച്ച് പഠിപ്പിച്ചു. റാവേണയിലെ പ്രധാന പുരോഹിതനായിരുന്ന അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് പീറ്റർ ഡാമിയൻ എന്ന പേര് വന്നത്. ഭക്തിയും സാമർഥ്യവും വേണ്ടുവോളം ഉണ്ടായിരുന്ന പീറ്ററിനെ സഹോദരൻ ഇറ്റലിയിലെ പ്രസിദ്ധമായ പാർമ സർവകലാശാലയിൽ വിട്ടു പഠിപ്പിച്ചു. അവിടെ നിന്ന് 26-ാമത്തെ വയസ്സിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ പീറ്റർ അവിടെ തന്നെ അധ്യാപകനായി ജോലി ആരംഭിച്ചു. എന്നാൽ അവിടത്തെ ലൗകിക ജീവിതത്തോട് വിരക്തി തോന്നിയ പീറ്റർ ആ ജോലി ഉപേക്ഷിച്ച് 1034 പൊന്തെ അവേലാന എന്ന ബെനഡിക്റ്റൻ ആശ്രമത്തിൽ ചേർന്ന് സന്യാസം സ്വീകരിച്ചു. നവസന്യാസിയായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം കഠിന പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്തിരുന്നു. കൂടാതെ നവസന്യാസികളെ അദ്ദേഹം ദേവശാസ്ത്രം പഠിപ്പിച്ചിരുന്നു. 1043 അദ്ദേഹം ആശ്രമത്തിൻ്റെ ശ്രേഷ്ഠനായി തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹമാണ് ശരീരത്തെ പ്രഹരിക്കുന്ന കഠിന ആത്മപീഡനം ആ ആശ്രമത്തിൽ തുടങ്ങിയത്. അത് പിന്നീട് മൊന്തെ കസിനോയിലും മറ്റും പല ആശ്രമങ്ങളിലും പ്രചരിച്ചു തുടങ്ങി. ഉച്ചഭക്ഷണം കഴിഞ്ഞ് ചെറിയ ഉറക്കം ആശ്രമങ്ങളിൽ തുടങ്ങിയത് ഡാമിയൻ തന്നെയാണ്. അടുത്തുള്ള പല സന്യാസ ആശ്രമങ്ങളിലും അദ്ദേഹം ആധ്യാത്മിക ഉപദേഷ്ടാവായിരുന്നു. 7 മാർപ്പാപ്പമാർ അദ്ദേഹത്തെ ഉപദേഷ്ടാവായി സ്വീകരിച്ചിരുന്നു. 1057 10-ാം സ്റ്റീഫൻ മാർപ്പാപ്പ പീറ്റർ ഡാമിയനെ ഓസ്തിയിലെ മെത്രാനായി നിയമിച്ചു. മാർപ്പാപ്പയുടെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് അദ്ദേഹം ഈ പദവി ഏറ്റെടുത്തത്. പിന്നീട് അദ്ദേഹത്തെ കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തി. 7-ാം ഗ്രിഗറി മാർപ്പാപ്പയായി തീർന്ന ഹിൽഡ ബ്രാൻഡുമായി ചേർന്ന് സഭയിൽ അന്ന് നിലനിന്നിരുന്ന അപകീർത്തികരമായ പല ദുരാചാരങ്ങൾക്കും ദുരുപയോഗങ്ങൾക്കുമെതിരായി അദ്ദേഹം ആഞ്ഞടിച്ചു. അവർ രചനകളാലും പ്രഭാഷണങ്ങളാലും സഭയിലെ അധികാരികൾ കാണിച്ചിരുന്ന അവിശുദ്ധത, ആഡംബരപ്രിയം, അലസ മനോഭാവം മുതലായ തെറ്റുകൾക്കെതിരെ നിരന്തരം പൊരുതിക്കൊണ്ടിരുന്നു. സഭയിലെ ആനുകൂല്യങ്ങൾ ക്രിയവിക്രയം ചെയ്യുന്ന രീതിയെ നഖശിഖാന്തം എതിർത്തു. വൈദികരുടെ തെറ്റുകൾക്കെതിരെ അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് 1051 പ്രസിദ്ധീകരിക്കപ്പെട്ട ഗൊമോറ ഗ്രന്ഥം. അതുപോലെ തന്നെ പണം കൊടുത്തു വാങ്ങിയ പദവികളുടെ സാധുതയെ ചോദ്യം ചെയ്ത് രചിച്ചതാണ് ഗ്രാത്തിസിമുസ് എന്ന പുസ്തകം. ഇവ രണ്ടും അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതികളാണ്. സഭയിലെ പല തർക്കങ്ങളും പറഞ്ഞു തീർക്കാൻ മാർപ്പാപ്പ നിയോഗിച്ചിരുന്നത് പീറ്റർ ഡാമിയൻ മെത്രാനെയാണ്. അതിനുവേണ്ടി പലപ്പോഴും അദ്ദേഹത്തിന് മെത്രാസനങ്ങളും ആശ്രമങ്ങളും സന്ദർശിക്കേണ്ടി വന്നിട്ടുണ്ട്. ആന്റിപോപ്പായിരുന്ന മാഡലൂസിനെ അനുകൂലിച്ചു നിന്ന റാവേണ ശീഷ്മക്കാരെ ആർച്ച് ബിഷപ്പ് മഹറോൻ ചൊല്ലി പുറത്താക്കി. കർദിനാൾ ഡാമിയന്റെ സമർത്ഥമായ ഇടപെടൽ മൂലം അവരെല്ലാം സഭയുമായി രമ്യതപ്പെട്ടു. അദ്ദേഹം
റവേണയിൽ നിന്ന് റോമിലേക്ക് വരുന്ന വഴി 1072 ഫെബ്രുവരി 21 അതികഠിനമായ ഒരു രോഗത്തെ തുടർന്ന് ഫയാൻസായിലെ സ്വന്തം സഭയുടെ ആശ്രമത്തിൽ നിര്യാതനായി. ഔദ്യോഗികമായ വിശുദ്ധ പദ പ്രഖ്യാപനം കൂടാതെ തന്നെ 1828 12-ാം ലയോ മാർപ്പാപ്പ അദ്ദേഹത്തെ വേദപാരംഗതനായി പ്രഖ്യാപിച്ചു. ചമ്മട്ടി കയ്യിലേന്തിയോ മാർപ്പാപ്പയുടെ കൽപ്പന കയ്യിൽ പിടിച്ചിരിക്കുന്ന രീതിയിലോ ആണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ രചിക്കപ്പെട്ടിരിക്കുന്നത്. പീറ്റർ ഡാമിയൻ തലവേദനക്കാരുടെ മധ്യസ്ഥനാണ്. കാരണം ഈ രോഗം അദ്ദേഹത്തെ വല്ലാതെ അലട്ടിയിരുന്നു. വിചിന്തനം: ക്രിസ്തുവും സഭാസേവനവും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിരിക്കട്ടെ.